ഹായ് ഓൾ അസ്സലാമു അലൈക്കും. നസ്രീസ് ബേക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ബേക്കിംഗ് ക്ലാസ്സിൽ നമ്മളെ വീഡിയോ പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് കേക്കാണ്. ഇത് 1 kg വരുന്ന റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള സ്പഞ്ചാണ് കേട്ടോ. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ്. അപ്പോൾ റെഡി ആക്കിയിട്ട് ഇതുവരെ റെഡി ആകാത്തവർ ഈ രീതിയിലും തയ്യാറാക്കി നോക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു ബൗളിലേക്ക് 4 മുട്ടയാണ് പൊട്ടിച്ച് വെച്ച് കൊടുത്തത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് ബീറ്റായി വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് കേക്ക് ടിന്നൊന്ന് ഓയിലാക്കി കൊടുത്ത് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വിരിച്ചിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു തരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കണം. അപ്പോൾ വാനില കേക്കാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്താൽ മതി. നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ച് ആയതുകൊണ്ട് ഇതിലേക്ക് ഞാൻ 2 തരത്തിലുള്ള കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ലൈറ്റ് കൊക്കോ പൗഡറും ഡാർക്ക് കൊക്കോ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ടേബിൾ സ്പൂണിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ലൈറ്റ് കൊക്കോ പൗഡറും 1.5 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് അതേപോലെ തരിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കപ്പ് അളവിലാണ് എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് എടുത്താൽ മതി. അപ്പോൾ ലൈറ്റും ഡാർക്കും കൂടി മിക്സ് ചെയ്തെടുക്കുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അധികം ഡാർക്കും ആവില്ല, അത് ലൈറ്റും അല്ലാത്ത രീതിയിലുള്ള സ്പഞ്ച് നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നന്നായിട്ടും തരിച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇതിലേക്ക് സ്പഞ്ച് ഉണ്ടാക്കുന്ന സമയത്ത് ബാറ്ററിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് എസൻസാണ് ചേർത്ത് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബീറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിലരൊക്കെ ഓവറായിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കലുണ്ട്. അങ്ങനെ ഓവറായിട്ട് ചേർക്കണം എന്നില്ല കേട്ടോ. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് കോഫി മിക്സ് കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂണ് കോഫി പൗഡറും 1/4 കപ്പ് വെള്ളവും തിളച്ച വെള്ളവും 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ടാണ് കോഫി മിക്സ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ബ്ലേഡ് ഇത് മാറ്റി കൊടുത്ത ശേഷം ഈ ബീറ്ററിൽ തന്നെ സ്റ്റാൻഡ് മിക്സറിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പാച്ചിലോ വിസ്കോ വെച്ചിട്ട് പതുക്കെ മിക്സാക്കി എടുത്താലും മതി. അപ്പോൾ ലോ സ്പീഡിലാണ് ഞാൻ ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. സ്പീഡ് കൂട്ടി കൊടുക്കാൻ പാടില്ല. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഹാൻഡ് മിക്സറിലാണെങ്കിൽ നമുക്ക് ലോ സ്പീഡ് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓവറായിട്ട് ബീറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ സ്പഞ്ച് ഹാർഡായി പോട്ടെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതേപോലെ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഈ സ്പാച്ചില വെച്ചിട്ട് സൈഡ് ഭാഗത്തെ ഉള്ളതൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ അതേപോലെ നേരത്തെ കാണിച്ചിട്ടുള്ള വിസ്കോ അല്ലെങ്കിൽ ഇതേപോലെ സ്പാച്ചില വെച്ചിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് മിക്സാക്കി എടുക്കാൻ പറ്റും. ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ ആവാൻ വേണ്ടിയിട്ടാണ് അതേപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി എവിടെയെങ്കിലും കട്ടയൊക്കെ പിടിച്ചിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലോ അല്ലെങ്കിൽ കുക്കറിലോ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നമുക്ക് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നമ്മൾ സ്പഞ്ചിന് കുറച്ചുകൂടി നല്ല ഡാർക്ക് കളറും പിന്നെ നല്ലൊരു സോഫ്റ്റും ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അധികം മുന്നിട്ട് നിൽക്കില്ല. നമുക്ക് ബാറ്റർ അധികം തിക്കായിട്ട് ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഒരു 1/4 ഭാഗം വരെയായിട്ട് ഒഴിച്ചു കൊടുക്കാവൂ. നല്ല സ്റ്റിഫാകുമ്പോൾ വരെ നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ സാധാരണ ഉണ്ടാക്കണേക്കാളും നന്നായിട്ട് തന്നെ ബാറ്റർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സൈഡിൽ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മുഴുവൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അധികം ഓവറായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാറ്ററി പുറത്തേക്ക് ബേക്കായി വരുന്ന സമയത്ത് പുറത്തേക്ക് തള്ളി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ട് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 30 മുതൽ 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്ത ശേഷം ലോ ഫ്ലെയിം വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ബേക്കായോ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് വീണ്ടും ബേക്കായിട്ടില്ല 5 മിനിറ്റ് കൂടി ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ സ്പഞ്ചിൻ്റെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തതാണ് കേട്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ തന്നെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കണ്ടു നോക്കാം. സ്റ്റിഫായിട്ട് എങ്ങനെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ 35 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മൾ കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ.
ഈ സ്റ്റിക്കിൽ ഒട്ടി പിടിക്കണില്ലെങ്കിൽ നന്നായിട്ട് തന്നെ ബേക്കായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് ഒട്ടി പിടിക്കണമെന്നുണ്ടെങ്കിൽ അടച്ച് വെച്ചിട്ട് പിന്നെ ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ കേക്ക് ടിന്നിൽ ഇറക്കി വെച്ചിട്ട് ഫാനിൻ്റെ ചോട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തണുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ പെട്ടെന്നൊക്കെ ഓർഡർ കിട്ടുന്ന ആൾക്കാർക്ക് നമുക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. എനിക്കത് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തത്. ഇനി നമുക്ക് നന്നായിട്ട് തണുത്ത ശേഷം വേണം അതേപോലെ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതുപോലെ സ്പഞ്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചോക്ലേറ്റ് കേക്ക് ഇതുവരെ റെഡിയാവാത്തൊരു ഈ രീതിയിലും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഐസിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് പിന്നീട് അപ്ലോഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.